1 ദിനവൃത്താന്തം അധ്യായം 4. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബാൽ. ശോബാലിന്റെ പുത്രൻ റയായ യാഹാത്തിന്റെ പിതാവാണ്. യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏദാമിന്റെ പുത്രന്മാർ യസ്രയേൽ, ഇഷ്മ, ഇദ്ബാഷ്, ഹസ്സലേൽ, പൊനി. ഇവരുടെ സഹോദരി. ഗദോറിന്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് ഏസർ. ബേത്ലഹേമിന്റെ പിതാവായ എഫ്രാത്തയുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്ന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, യത്നാൻ എന്നിവരും ജനിച്ചു. അന്നൂബ്, സൊബേബ എന്നിവരും ഹാരുമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കേലുബ് മെഹീറിൻ്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ്. എഷ്തോൻ്റെ പുത്രന്മാർ ബത്രാഫ, പസേയാഹ്. ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന. ഇവർ രേഖ നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദത്ത്, മെയോനോദായി. മെയോനോദായി ഒഫ്രായുടെ പിതാവ്. യോവാബിൻ്റെ പിതാവാണ് സെരായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷീം എന്നറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യെഫുന്നയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും. ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹലലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിരിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യഥർ, മേരദ്, ഏധർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിദിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തേമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിൻ്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഗുധിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമിനായ കെയിലായുടെ പിതാക്കന്മാരും മാഹാത്യനായ എഷ്തേമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷീമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹത്ത്, ബെൻ സോഹത്ത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ. ലേഖായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാഥ. ബേത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ. യോക്കീം, കൊസേബ നിവാസികൾ. യോവാഷ് മോവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായീം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു.